ഒരു ഇന്ദിരാ ഗ്യാരണ്ടി എന്നൊരു പദ്ധതി വന്നിട്ടുണ്ടായിരുന്നു, പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ രാഹുൽ ഗാന്ധി പുതിയുഗ യാത്രയുടെ അവസാന കാലഘട്ടത്തില്. അതെ, ഇലക്ഷന് വേണ്ടിയിട്ട്. ഇപ്പൊ എന്താണെങ്കിലും UDF അധികാരത്തിൽ വന്നല്ലോ. ഇപ്പൊ ഒരു വാർത്ത നമ്മൾ കേട്ടതാണ്, അതായത് നാളെ മുതൽ ജെൻഡർ ടിക്കറ്റിംഗ് എന്ന് പറഞ്ഞ പരിപാടി KSRTC നോക്കുവാണെന്നുള്ളത്. അതായത് ഇപ്പോൾ എത്ര പെണ്ണുങ്ങള് എത്ര ആണുങ്ങള് കേറി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുവാണെന്ന് പറഞ്ഞു. ഇലക്ഷന് വേണ്ടിയിട്ട് അവര് പുതിയ പദ്ധതി തുടങ്ങുന്നുണ്ട്. അതെ, അപ്പൊ ഈ പദ്ധതിയില് ഈ പുതിയ പദ്ധതി തുടങ്ങുന്നു പറഞ്ഞല്ലോ അവര്. അപ്പോ ജെൻഡർ ഇക്വാലിറ്റി അവിടെ പോയി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഒരാൾക്ക് ഒരു സ്ത്രീക്ക് ഫ്രീ ടിക്കറ്റ് കൊടുക്കണമെങ്കിൽ ഇതിനെ കണക്കെടുക്കണേ. പിന്നെ സെൻസസ് ഓൾറെഡി മുമ്പേ എടുത്തിട്ടുണ്ടല്ലോ. അതൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. പിന്നെ ഈ പുതിയ കണക്കുകൾ പുതിയ കണക്കെടുക്കണം. അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രിപ്പ് ഒക്കെ പോകാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഫ്രീ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ സ്ത്രീകൾക്ക് ഇതിന്റെ ബേസ് ചെയ്തിട്ട് വേണം സ്ത്രീകൾക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാന്നാ പറയുന്നത്. അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ട് ഒരു സംശയമുണ്ട്. ഇപ്പൊ ആദ്യത്തെ ജെൻഡർ ഇക്വാലിറ്റി ഒക്കെ കാറ്റിൽ പോയി, രണ്ടാമത് രണ്ടാമത് ഇവിടെ സ്ത്രീ പുരുഷൻ ഇത് മാത്രമാണോ? ഒരു മൂന്നാമതൊരു കമ്മ്യൂണിറ്റി കൂടി ഇവിടെ ഇല്ലല്ലോ, ട്രാൻസ്ജെൻഡേഴ്സ്. അപ്പൊ അവരെവിടെ? ആ ചോദ്യം അവരൊന്നും അതെ, അവര് ചിത്രത്തിലേ ഇല്ലാത്തൊരു ഭാഗമായിട്ടല്ലേ ഇപ്പൊ ഇവിടെ വന്നേക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനാധിപത്യ രാജ്യത്ത്, അതായത് അവരില് ഒരു സംസ്ഥാനമാണല്ലോ കേരളം, ആ കേരളത്തിൽ നടപ്പാക്കുമ്പോ ഇവിടെയുള്ള സ്ത്രീ പുരുഷൻ അതേപോലെ ട്രാൻസ്ജെൻഡേഴ്സ് ഈ 3 പേര് ഉൾപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ടല്ലോ. മനുഷ്യസഹജമായി ചിന്തിക്കണം എന്ന് പറയാം. അതെ, സത്യത്തിൽ അത് തന്നെയാണ് പറയാൻ പറ്റുക. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഹ്യൂമൻ ബീങ്സിനും അല്ലെങ്കിൽ ഏതെങ്കിലും ലിവിംഗ് ബീങ്സിനും അവരുടേതായ അവകാശങ്ങൾ, മൗലിക അവകാശങ്ങൾ എവിടെ? അപ്പോ ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയും പുരുഷനും മാത്രമാണ് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇപ്പൊ പറഞ്ഞ പോലെ ട്രാൻസ്ജെൻഡേഴ്സ് എവിടെ പോയി? അതെ, നമ്മൾ തന്നെ ഇപ്പൊ ഒരു ഫോം ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും മറ്റുള്ളവ എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. അതുപോലെ വാഷ്റൂം ഒക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ മറ്റുള്ളവ. ഇപ്പൊ ഈ അടുത്ത കാലത്താണ് അവർ അങ്ങനെ അംഗീകരിച്ചു തുടങ്ങിയേക്കുന്നത്. അംഗീകരിക്കുന്നതിന് മുമ്പ് അവർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ്. ഇപ്പോൾ വീണ്ടും അവരെ എതിർക്കുകയല്ലേ, അവഗണിക്കുകയല്ലേ, അവരെ ഇഗ്നോർ ചെയ്ത് കളയുന്നു. അതെ, ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു നല്ല കാര്യമാണോ? നല്ല കാര്യം. നമ്മള് പ്രത്യക്ഷത്തിൽ ഒരു സ്ത്രീപക്ഷം അല്ലെങ്കിൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ട്രാൻസ്ജെൻഡേഴ്സ് വളരെ കുറവാണുള്ളത്, വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സ്ത്രീയുടെ സപ്പോർട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അവര് അങ്ങനെ ഒരു പദ്ധതി തുടങ്ങുന്നു. പക്ഷെ അത് കീറി മുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പഴയ കാലത്തിലെ ഒരു രാജാവില്ലേ, എല്ലാം ഫെയിലിയർ ആവുന്ന ഒരു രാജാവ് പടത്തിൽ മെൻഷൻ ചെയ്യുന്നത്, തുഗ്ലക് ഭരണത്തിന്റെ ആ രീതിയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഒരു കാര്യമുണ്ട്, ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു സ്ത്രീ ഇങ്ങനെ ഫ്രീ ടിക്കറ്റ് കിട്ടാൻ വേണ്ടിട്ട് കേറിയേക്കാണ്. അവർക്കത് കൊടുക്കോ ഇല്ലയോ? സ്ത്രീയായി മാറിയത് കൊടുക്കോ ഇല്ലയോ? അതൊരു ക്വസ്റ്റ്യൻ ആണ്, വലിയ ക്വസ്റ്റ്യൻ ആണ്. അത് ഇപ്പൊ ഇനി അതിനെ കുറിച്ച് അവർ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. അതൊരു ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ അതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകൾക്കും ഇത് കൊടുക്കുന്നതാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് ഈ ഫ്രീ ടിക്കറ്റിന്റെ കാര്യമുണ്ടോ? അതിനേക്കാൾ കുറച്ചുകൂടി ലഘൂകരിച്ച് നമുക്ക് പറയുവാണെങ്കിൽ പ്രായമായ അച്ഛനും അമ്മയും, അതായത് വൃദ്ധന്മാർക്കും വൃദ്ധകളും അതുപോലെ തന്നെ ഡിസേബിൾഡ് പേഴ്സൺസ്, അവർക്കല്ലേ ഏറ്റവും കൂടുതൽ ഇതിന് അർഹരായിട്ടുള്ളവര്. അതെ, വളരെ ശരിയാണ് ആ കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പോ പെൻഷൻ കാശുകൊണ്ട് ജീവിക്കുന്ന വൃദ്ധകളുണ്ട് അല്ലെങ്കിൽ വൃദ്ധന്മാരുണ്ട്. പിന്നെ ഡിസബിലിറ്റി, അവർക്ക് പിന്നെ ഓൾറെഡി അറിയാം നമുക്ക് എന്താണ് അവരുടെ അവസ്ഥ. അതെ, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ അന്നും ഇന്നും, അതായത് ഒരു റെസ്പോൺസിബിലിറ്റി ഹാൻഡിൽ ചെയ്യുന്നത് പുരുഷന്മാരുടെ തലയിൽ തന്നെയാണ്. പക്ഷെ ഇപ്പൊ സ്ത്രീകള് ജോലിക്ക് പോകുന്നുണ്ട്. ഓക്കെ, അതവിടെ നമുക്ക് അവിടെ നിൽക്കാം. ഇക്വാലിറ്റിയുടെ പേരിലാണെങ്കിൽ സ്ത്രീയും പോകുന്നുണ്ട്, പുരുഷനും പോകുന്നുണ്ട്. പക്ഷെ ഒരു കുടുംബത്തില് ഏറ്റവും സ്ത്രീകൾ നോക്കാത്ത കുടുംബം ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല, നോക്കുന്ന കുടുംബങ്ങളുണ്ട്. പക്ഷെ മെജോറിറ്റി നോക്കുവാണെങ്കിൽ ഒരാണാണ് കുടുംബം നോക്കുന്നത്. അതിന് സപ്പോർട്ടീവ് ആയിട്ട് സ്ത്രീക്ക് കിട്ടുന്ന ഇൻകം സ്ത്രീ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സഹായം പോലെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അവിടെ ജെൻഡർ ഇക്വാലിറ്റി വേണം നമ്മൾ വാശി പിടിക്കുന്നുണ്ട്. പക്ഷെ എല്ലാ കാര്യത്തിലും ഈ ഇക്വാലിറ്റി വേണ്ടതല്ലേ? ഇക്വാലിറ്റി വേണം, ഡെഫിനറ്റ് ആയിട്ട് വേണം. അതാണോ ഇല്ലാത്തത്? ഈ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ സൗകര്യങ്ങളും കിട്ടാൻ വേണ്ടി ഇക്വാലിറ്റി, ബാക്കിയുള്ള ചില റെസ്പോൺസിബിലിറ്റി വരുമ്പോ അതൊരു പുരുഷനിൽ മാത്രം ഒതുങ്ങി. അതെ, അപ്പൊ നമ്മളിപ്പോ ഷിംജിത കേസ് ഇതേപോലെ തന്നെ ഒരു ബസ് വെച്ച് കണക്റ്റഡ് ആണല്ലോ ഷിംജിത കേസ്. കാരണം വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ആ വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടതാണ്. ദീപക്കിന്റെ മരണത്തിലേക്ക് വരെ നയിച്ച ഒരു സംഭവമാണത്. ആ സംഭവത്തിന് ശേഷം ഇവിടെ ഇല്ലാതിരുന്ന ഒരു കമ്മീഷൻ രൂപീകരിച്ച ഒരു വ്യക്തിയുണ്ട്, ആപ്പും തുടങ്ങിയെന്നല്ലേ പറഞ്ഞേ, തുടങ്ങുന്നോ. പക്ഷേ ഈ ഒരു സംഭവം നടന്നു കഴിഞ്ഞപ്പോ പുള്ളീനെ കാണുന്നില്ലല്ലോ.
എന്താ പുരുഷ കമ്മീഷൻ ഇവിടെ ഒരു വിലയില്ലേ? പുരുഷന്മാർക്ക് വിലയില്ലേ? പുരുഷ കമ്മീഷൻ അല്ല, പുരുഷന്മാർക്ക് വിലയില്ലേ? പുരുഷന്മാർക്ക് ഒരു വാല്യൂ വേണ്ടേ? വാല്യൂ വേണ്ട. അതേസമയം നമ്മളിപ്പോ കണ്ടതാണ് മെൻസ് അസോസിയേഷൻ കയ്യില് KSRTC ബസ്സിൽ സ്വയംഭോഗം ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇത്ര ദിവസം റിമാൻഡിൽ അങ്ങോട്ട് ഇട്ടിട്ട് തിരിച്ചു വന്നപ്പോൾ മാലയിട്ട് സ്വീകരിച്ച പുരുഷ കമ്മീഷൻ ഇവിടെ ഉണ്ടായിരുന്നു, മെൻസ് അസോസിയേഷൻ ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ എവിടെ? അപ്പൊ അവരൊക്കെ ശരിക്കും പ്രത്യക്ഷത്തില് മാലയിടാൻ വേണ്ടി മാത്രമാണ് ഉള്ളൂ. പബ്ലിസിറ്റിക്ക് വേണ്ടിട്ട് ഒരു മഴയത്ത് മുളച്ചിരുന്ന തകരകൾ പോലെ കുറെ പേര് വരുന്നുണ്ട്. പബ്ലിസിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിത്രത്തിലില്ല. അതെ, ഇതിപ്പോ പുരുഷന്മാരുടെ കാര്യം എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഞങ്ങളുടെ സ്ത്രീകൾക്ക് ഒരു അസോസിയേഷൻ ഇവിടെ ഉണ്ടല്ലോ, വനിതാ കമ്മീഷൻ. അപ്പൊ അതില് ഷിംജിത കേസിന് വേണ്ടി വാദിക്കാൻ നിന്ന കുറെ എണ്ണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ശ്രീലക്ഷ്മി ഇറക്കില്ല, പിന്നെ ഒരു കന്നഡ വെച്ചിട്ടുള്ള ഐശ്വര്യ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫെമിനിസ്റ്റുകൾ തന്നെ ഉണ്ടായിരുന്നു. പുരുഷന്മാരെ പറയുമ്പോ സ്ത്രീകളെയും പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ കൊടുത്ത മഴയ്ക്ക് എന്താണ് പൊന്തിച്ചത് അവരെ പോലെയുള്ളവരാണ് പറഞ്ഞത്. കാരണം ഈ ഫെമിനിസ്റ്റുകളെല്ലാം അത്യാവശ്യം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള കേസുകൾ അല്ലാതെ വാ തുറക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതന്നെയാണ് പറഞ്ഞത്. ഈവൻ നമ്മുടെ വനിതാ കമ്മീഷൻ പബ്ലിസിറ്റി ഉള്ള കേസുകൾ മാത്രം അവർ നോക്കിയെടുത്ത് ഏത് ക്യാമറയ്ക്ക് അല്ലെങ്കിൽ ഒരു വിഷ്വൽ മീഡിയക്ക് മുന്നിൽ എത്താൻ വേണ്ടിയിട്ട്, സ്വയം ഫേമസ് ആവാൻ വേണ്ടിയിട്ടുള്ള, അല്ലാതെ ബാക്കി എത്രയോ ജെന്യൂൻ ആയിട്ടുള്ള കേസുകൾ അതൊന്നും അവർ കണ്ണിപ്പെടുന്നില്ല. ഇന്നലെ നമ്മൾ 2 ദിവസം മുമ്പ് പിന്നെ ഫെമിനിസത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഫെമിനിസം എന്ന വാക്ക് എന്താണെന്ന് അറിയാത്ത കുറെ ഇവിടുത്തെ ഫെമിനിസ്റ്റിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ പാടെ വെറുക്കുക, അല്ലെങ്കിൽ പുരുഷന്മാർക്കെതിരെ സംസാരിക്കുക, ഘോരാത്രം സംസാരിക്കുക, സ്ത്രീകൾക്ക് എന്തോ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് അല്ലെങ്കിൽ ടാഗ് ലൈൻ കൊടുക്കുന്ന പല കേസുകളാണ് ഇവിടെ ഫെമിനിസ്റ്റുകളൊക്കെ വന്നത്. ശരിക്കും ഫെമിനിസത്തിന്റെ അർത്ഥം അതാണോ? അതായത് താഴേക്ക് കിടക്കുന്ന സ്ത്രീകളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകുക, അവരെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അവർക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം, പുറത്തേക്ക് ഇറങ്ങാം, നമുക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ട്, പരിഹാസം അല്ലെ, കുടുംബത്തില് 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി കൂടല്ലാത്തൊരു വ്യക്തിയാണെന്ന് മാത്രമല്ല സ്ത്രീകൾ അതിന് പുറത്തും അരങ്ങിലേക്ക് എന്നുള്ള രീതിയിൽ വേണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് പണ്ട് കാലത്ത് ഫെമിനിസം എന്നൊരു വാക്ക് വരുന്നത്. പക്ഷെ പിന്നീട് അത് വളച്ചൊടിച്ച് വേറൊരു രീതിയാക്കി. പിന്നെ അതിന്റെ ആ വേർഡിന്റെ ഫെമിനിച്ചി എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ് പുരുഷമാണ് എല്ലാവർക്കും. അതുപോലെ ലച്ചി എന്നുള്ള ഒരു മീനിങ്ങും കൂടി വരുന്നുണ്ട്. കറക്റ്റ് ആയിട്ടും അങ്ങനെ. ശരിക്കും പറഞ്ഞാൽ ഫെമിനിസ്റ്റിന്റെ അർത്ഥം എന്താണെന്ന് അറിയാത്ത ആളുകളാണ് ഇപ്പോൾ ഫെമിനിസ്റ്റ് ആണ്, ഞാൻ ഫെമിനിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ ആക്ടിവിസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. കണ്ണടയൊക്കെ വെച്ചിട്ട് വന്ന് നമ്മൾ കണ്ടതാണ്. പല ന്യൂസ് ചാനലും രൂപങ്ങളും ഭാവങ്ങളൊക്കെ വന്നതാണ്. പക്ഷെ ഇതേ സമയം അവരെല്ലാം വാദിച്ചത് ഷിംജിതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഷിംജിതയുടെ കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഷിംജിത എന്ന് പറഞ്ഞ ഒരു പുരുഷന്റെ നേരെ മറിച്ച് ഒരു പുരുഷ വീഡിയോ എടുത്തിട്ടാണ് ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തെങ്കിൽ ഇവിടെ എന്താകും കേരളത്തിലെ അവസ്ഥ? ആ പുരുഷന്റെ അവസ്ഥ എന്തായിരിക്കും? അതെ, അവൻ ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ അവൻ ചെയ്യാൻ ഇവന് കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ല. അതിന് കേസ് എന്താ വരും? പക്ഷെ ഇപ്പോഴുള്ള ഷിംജിതയുടെ അവസ്ഥ എന്താണ്? റിമാൻഡിലല്ലേ? റിമാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. ഇപ്പൊ നമുക്കിടയിൽ ഒരാളായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇത്. അതായത് ഒരു പുരുഷന്റെ വാല്യൂ ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ജീവന്, ഒരു മനുഷ്യജീവന്റെ വാല്യൂ ഇത്രയേ ഉള്ളൂ. കാരണം നാളെ ഇതിപ്പോ ഷിംജിത മാത്രമല്ല കേട്ടോ, ഒരുപാട് ഷിംജിതമാര് വേറെയുണ്ട്. അതുപോലെ ദീപക് ആവാൻ നോക്കുന്നവർ ഒരുപാട് വേറെയുണ്ട്. ഒരു കാര്യം പറയാം, ഇപ്പൊ ഷിംജിത ചെയ്തൊരു ആ മോട്ടോ ശരിയല്ലായിരുന്നു. പക്ഷെ ജെന്യൂൻ കേസുകളുണ്ട്. അതായത് മറ്റേ പണ്ട് കാലത്ത് ഒരു കഥയില്ലേ, കുറുക്കൻ വരുന്നുള്ള പറഞ്ഞ പോലെ ഒറിജിനൽ കുറുക്കനെ ചിലപ്പോ ഈ ചിത്രത്തിൽ വരൂല്ല. പക്ഷെ അത് ഉപകാരവും. കാരണം ഇപ്പൊ നാളെ ഒരിക്കല് തനിക്കിപ്പം നമ്മളെല്ലാവരും KSRTC ബസ്സിന് പല ട്രെയിനിലൊക്കെ പോകുന്നതാണ്. നമുക്ക് അബ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഇത് പ്രശ്നമാകും. പിന്നെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുമോ? അവിടെയുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യും. സ്ത്രീകൾ പറഞ്ഞാലാണ് അവസാന വാക്കെന്ന് പറയുന്ന ആളുകളും ഉണ്ട്. പക്ഷെ എന്നാൽ ഈ സ്ത്രീകളും പുരുഷന്മാരും തന്നെ പല പൊതുസ്ഥലങ്ങളിലും പീഡനത്തിനും വെർബൽ അബ്യൂസിനും നോട്ടം കൊണ്ടുപോലും പീഡനത്തിന് ഇരയാകുന്നുണ്ട്. ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും സെയിം തന്നെയാണ്. പക്ഷെ ആണുങ്ങൾ അത് ഒരു പരിധി കൂടുതൽ പുറത്ത് പറയത്തില്ല. അത് അവരുടെ പ്രിവിലേജസ്, അവരെ ഈ ലോകത്തിന് മുന്നിൽ കൊണ്ടെത്തിച്ച പ്രിവിലേജസ് ഉണ്ട്. ആ പ്രിവിലേജസിന് ഇങ്ങോട്ട് താഴാനും മുകളിലേക്ക് നിൽക്കാൻ ന്യൂട്രൽ ആയിട്ട് അങ്ങ് നിൽക്കുക. നീ എല്ലാം സഹിക്കുക, നീ എല്ലാം മിണ്ടാതിരിക്കുക, എല്ലാം കാണുക. പക്ഷെ നിനക്ക് ശബ്ദിക്കാൻ പാടില്ല എന്നൊരു ലെവലിലാണ് അവരുടെ ഒരു പ്രിവിലേജസ് അവരെ കൊണ്ട് നിർത്തിയേക്കുന്ന ആ ഒരു ലെവലാണ്. പക്ഷെ ഇവിടെ സ്ത്രീ എന്ന് പറയുമ്പോഴത്തേക്ക് സ്ത്രീക്ക് പ്രതികരിക്കാം. പക്ഷെ പ്രതികരിക്കേണ്ട രീതി കറക്റ്റ് ആയിരിക്കണം. അതാണ് ഷിംജിത എന്ന വ്യക്തിയിലൂടെ
നമുക്ക് ആണുങ്ങളും പെണ്ണുങ്ങളും എതിർത്തിട്ടുണ്ട് ഷിംജിത്തേനെ ഒരുപോലെ തന്നെ അല്ല എതിർത്തിട്ടുണ്ട്. ഒരുപോലെ അതുണ്ട്. പക്ഷെ ഈ ഫെമിനിസ്റ്റുകളാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രം. അവരൊരിക്കലും ഒരു എതിർത്തില്ല. ഒരു കാറ്റഗറി മാത്രം. പക്ഷെ കൂടുതൽ സ്ത്രീകള് ഇതിനെ എതിർത്തിട്ടുണ്ട്. അത് ചെയ്തത് ആ വീഡിയോയിൽ തന്നെ വ്യക്തമാണെന്ന് വന്നിട്ട് അതെ. എതിർത്തിട്ടുണ്ട്. നല്ല അപ്പൊ ഈ രീതിയിൽ രാഹുൽ ഈശ്വരൊക്കെ ശരിക്കും ഇതിനല്ല അഭിപ്രായം പറയേണ്ടത്. അല്ല ഇത് കഴിഞ്ഞ ദിവസം ഈ സംഭവം വന്നതിന് ശേഷം നല്ല രീതിയിൽ അഭിപ്രായപ്പെടണം. ശരിക്കും പെടേണ്ട വിഷയം നമ്മളെക്കാൾ ഉപരി ആദ്യമേ ചർച്ചയ്ക്ക് കൊണ്ടുവരേണ്ട രാഹുൽ ഈശ്വരാണ്. അദ്ദേഹമാണ് കാരണം അദ്ദേഹമാണ് ഇവിടെ കിടന്ന പുരുഷ കമ്മീഷനെ ഞാൻ പുരുഷ കമ്മീഷൻ തയ്യാറാക്കും, റെഡിയാക്കും. അതുപോലെ ഒരു ആപ്പ്, അതായത് സ്ത്രീകൾക്കുള്ള പോലെ ഒരു ആപ്പ് ഇപ്പൊ വരുന്നവന് കൊടുക്കണേ. അനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ഇടപെടും. മിണ്ടേണ്ട കാര്യത്തിൽ മിണ്ടില്ല. ഇവിടെ ഇല്ല, അറിയില്ല, എവിടെ പോയി ഒരു അറിയില്ല. കാര്യം ഇപ്പോ പുരുഷ കമ്മീഷൻ എന്നുള്ള സംഭവം നല്ലതാണ്. അപ്പൊ ഒരു കാര്യം തുടങ്ങി വെച്ചാല് എൻഡിലേക്ക് എത്തുന്നില്ല, അവസാനത്തിലേക്ക് ഒരു പ്രാവർത്തികമാകുന്നില്ല. പ്രാവർത്തികമായി കഴിഞ്ഞാല് അദ്ദേഹത്തിന് തന്നെയാണ് പ്രിവിലേജ് കൂടുക. പക്ഷെ പ്രാവർത്തികത്തിൽ എത്തുന്നില്ല. അതെന്താണ് പ്രശ്നം? അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടില് പല കേസുകളും തുടക്കത്തിൽ ഭയങ്കര ആർജവായിരിക്കും, ഭയങ്കര ആളിക്കത്തലായിരിക്കും. കാനൽ ഒരു മതി ആളി പടരാന്നൊക്കെ പറഞ്ഞ രീതിയാണ്. പക്ഷെ അവസാനം ആകുമ്പോൾ എന്ന് പോകും. ആരോ വെള്ളം കോരി വയ്ക്കുന്നതാകാം, അല്ലെങ്കിൽ മലപ്പുറം കോരി വയ്ക്കുന്നതാകാം, അറ്റൻഷൻ മറ്റൊന്നിലേക്ക് പോകും. കേരളമാണ്, ഇന്ത്യയാണ്, എന്താണെങ്കിലും കേസുകൾ എപ്പോഴും നമുക്കൊരു പുത്തരിയല്ല. ഒരെണ്ണം വരുമ്പോ അടുത്ത് നമ്മൾ ഇതിനെ അതവിടെ കിടക്കട്ടെ ടീം എന്ന് പറഞ്ഞാൽ അതിലേക്ക് പോകും. പക്ഷെ നമ്മുടെ പ്രശ്നം അതെ, നമ്മൾ ഉന്നയിക്കുന്ന 3 ക്വസ്റ്റ്യൻസ് ആണ്. സ്ത്രീകൾക്ക് പുരുഷന് ജെൻഡർ ഇക്വാലിറ്റി എന്ന ഒരു സംഭവം ഇവിടെ എവിടെ പോയി? അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ട്രാൻസ്ജെൻഡേഴ്സിനെ എന്തുകൊണ്ട് ഇതിൽ പരിഗണിച്ചില്ല? പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കൂടി വരുന്നുണ്ട്. എന്താണ്? അതായത് ഇപ്പോ KSRTC ലാഭത്തിലാണ്. ഈ സംഭവം വന്നു കഴിഞ്ഞാല് ഈ ലാഭം ഇപ്പോ ടിക്കറ്റ് എടുത്തിട്ടാണല്ലോ KSRTC മുന്നോട്ട് പോകുന്നത്, ലാഭം എന്ന് പറയുന്നത്. ഈ ഇവർക്ക് ഫ്രീ ആകുമ്പോൾ ഈ ടിക്കറ്റ് റേറ്റ് കൂട്ടുവോ? പുരുഷന്മാർക്ക് കൂട്ടുവോ? അതെ, പുരുഷന്മാരുടെ തലയിലാവോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വലിയൊരു ക്വസ്റ്റ്യൻ ആണത്. അപ്പൊ നമുക്ക് അറിയേണ്ടത് രാഹുൽ ഈശ്വർ പുരുഷന്മാർക്ക് വേണ്ടി ബാധിക്കാൻ രാഹുൽ ഈശ്വർ എവിടെ? പിന്നെ നമ്മൾ ചോദിച്ച ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉത്തരം വേണം. അപ്പൊ അതുകൊണ്ട് പ്രേക്ഷകർ തന്നെ എന്താന്ന് വെച്ചാൽ പറയട്ടെ, അല്ലെ? അതല്ലേ വേണ്ടത് ശരിക്കും പറയുന്നത്.